തകഴിയുടെ ചെമ്മീൻ സിനിമയാക്കിയപ്പോൾ അതിൻ്റെ സംവിധായകനായ ശ്രീ രാമു കാര്യാട്ട് സംഗീത സംവിധാനം ഏൽപ്പിച്ചത് ഹിന്ദിയിലെ പ്രശസ്തനായ സലിൽ ചൗധരിയായിരുന്നു. ഗാനരചന വയലാറും. ഭാഷ അറിയാത്ത സലിൽ ചൗധരിക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതുവാൻ വയലാർ തീരെ താല്പര്യം കാണിച്ചില്ല. കമ്പോസിംഗ് സമയത്ത് ശരിക്കും അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാൻ പോലും തുനിഞ്ഞു. ആ സമയത്ത് ശ്രീ രാമു കാര്യാട്ട് സലിൽ ചൗധരിയുടെ അസിസ്റ്റൻ്റായിരുന്ന സാമുവൽ ജോസഫിനെ കൊണ്ടാണ് വയലാറിനെ സംസാരിപ്പിച്ച് പ്രീണിപ്പിച്ച് എങ്ങനെയൊക്കെയോ ആ റെക്കോർഡിംഗ് നടത്തിപ്പിച്ചത്. ഈ സാമുവൽ ജോസഫ് ആരാണെന്നല്ലേ? മലയാളത്തിൽ അതിനുശേഷം വളരെയധികം പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് ശ്രീ സാമുവൽ ജോസഫ്. അതായത് നമ്മുടെ എല്ലാം ശ്യാം അതിനുശേഷം വളരെയധികം പ്രശസ്തനായിരുന്നു. എന്തായാലും ചെമ്മീനിലെ ഗാനങ്ങൾ വളരെയധികം പ്രശസ്തി നേടി. കടലിനക്കരെ പോണവരെ, പെണ്ണാളെ പെണ്ണാളെ, ചാകര തുടങ്ങിയ മനോഹരമായ ഗാനങ്ങൾ. പക്ഷേ എന്നാലും നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന ഒരു ഗാനമുണ്ട്. ഹിന്ദിയിലെ പ്രശസ്ത ഗായകനായ മന്നാടെ പാടിയ മാനസമൈനേ വരൂ. ഇതിൻ്റെ പിന്നിലും ഒരു വലിയ കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മന്നാടെ അർത്ഥമറിയാത്തൊരു ഗാനം പാടുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ തലശ്ശേരിക്കാരിയായ നമ്മുടെ സുലോചന ചേച്ചിയായിരുന്നു. അങ്ങനെ സുലോചന ചേച്ചിയുടെ നിർബന്ധം കാരണമാണ് അത്രയും മന്നാടെ മലയാളം പാടാൻ സമ്മതിച്ചത്. അദ്ദേഹം മനോഹരമായി ആലപിച്ച മാനസമൈനേ വരൂ എന്ന ഗാനം. മാനസമൈനേ വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ. നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, നിലാവിന്റെ നാട്ടിലെ നിശാഗന്ധി പൂത്തല്ലോ, കളിക്കൂട്ടുകാരനെ മറന്നുപോയോ മാനസമൈനേ വരൂ മധുരം തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ. കടലിലെ ഓളവും കരളിലെ മോഹവും, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല മനെ അടങ്ങുകില്ല മാനസമൈനേ വരൂ മധുരം മുള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനേ വരൂ. തമിഴ് സിനിമാ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വരിശയിൽപ്പെട്ട ചിത്രങ്ങൾ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പ്രശസ്ത സംവിധായകനായ ഭീം സിംഗ് ഡയറക്റ്റ് ചെയ്ത
പാ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന പല ചിത്രങ്ങളും, പാലും പഴവും, പാവമന്നിപ്പ്, പാർത്താൽ പസി തീരും, പാർ മകളെ പാർ, ഇങ്ങനെ പോകുന്നു. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പോകുന്നു. പാ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾ. അതിൽ വളരെ പ്രശസ്തമായൊരു ചിത്രമാണ് പാലും പഴവും. ഇതിൽ ശിവാജി ഗണേശനുണ്ട്, സരോജാദേവിയുണ്ട്, അങ്ങനെ വളരെ പ്രശസ്തരെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. എം.എസ്. വിശ്വനാഥൻ ഒറ്റയ്ക്കല്ല, വിശ്വനാഥൻ രാമമൂർത്തിയും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സമയമായിരുന്നു അത്. ശ്രീ കണ്ണദാസൻ രചിച്ച് വിശ്വനാഥൻ രാമമൂർത്തി സംഗീതം ചെയ്ത് തമിഴിൻ്റെ സ്വന്തം സുശീലാമ്മ എന്ന് പറയുകയാണെങ്കിൽ ആന്ധ്ര സ്വദേശിനിയായ സുശീലാമ്മയുടെ പോലെയുള്ള ഒരു തമിഴ് പ്രൊനൗൺസിയേഷൻ ഇതുവരെ തമിഴ് സിനിമാ ചരിത്രത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും തമിഴ് സംഗീതാസ്വാദകർ പറയാറുള്ളത്. ടി.എം. സൗന്ദരരാജനും സുശീലയും അവർ രണ്ടുപേരുമാണ് തമിഴിൻ്റെ കൾച്ചറിൻ്റെ സിംഗേഴ്സ്. പ്രഭാത നേരത്തെ വളരെ മനോഹരമായി പിക്ചറൈസ് ചെയ്തിരിക്കുന്ന സരോജാദേവി അഭിനയിക്കുന്ന ആലയമണിയിൻ ഓസയെ ഞാൻ കേട്ടേ.